നമസ്കാരം. കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ വീടിനുള്ളിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ലഹരിക്കടിമയായ മകനെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം പുഷ്പവിലാസത്തിൽ പുഷ്പലതയാണ് തലയ്ക്കടിയേറ്റ് മരിച്ചത്. ഇവരുടെ അച്ഛനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തുകയായിരുന്നു. അഖിൽ എന്ന പുഷ്പലതയുടെ മകനാണ് കൃത്യം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ലഹരിക്കടിമയാണ് അഖിൽ. ഇയാൾ വീട്ടുകാരെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റ ആന്റണിയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പലതയുടെ മകൻ അഖിലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 11:30 പുഷ്പലതയുടെ വീടിന് സമീപം താമസിക്കുന്ന ബന്ധുവാണ് വീടിനുള്ളിൽ ഇരുവരെയും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പുഷ്പലതയുടെ മകൾ അഖില സംസ്ഥാനത്തിന് പുറത്താണ് പഠിക്കുന്നത്. രാവിലെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല. സംശയം തോന്നിയ മകൾ സമീപത്തെ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പുഷ്പലതയെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകുമെന്നാണ് പോലീസ് കരുതുന്നത്. തലയ്ക്ക് മുറിവേറ്റ് ചോര വാർന്ന നിലയിലായിരുന്ന ആന്റണി അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ്. ലഹരിക്കടിമയായ അഖിൽ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നുവെന്നാണ് വിവരം. മകന്റെ ആക്രമണത്തിൽ സഹികെട്ട് ഇവർ കുണ്ടറ പോലീസിൽ പലതവണ പരാതി നൽകിയിരുന്നു. വെള്ളിയാഴ്ചയും പുഷ്പലത പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി നൽകി. പോലീസ് എത്തി അഖിലിനെ താക്കീത് ചെയ്ത് വിട്ടയച്ചെന്നും പറയുന്നു. പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. NK പ്രേമചന്ദ്രൻ MP, PC വിഷ്ണുനാഥ് MLA എന്നിവർ സ്ഥലത്തെത്തി. കൊല്ലം SP, റൂറൽ DYSP, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP, കുണ്ടറ കിഴക്കേ കല്ലട SHO, SI തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.